ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുക്കുന്നത്? ഞാൻ 400 200 പിന്നെ 400 റിലേനും. സീനിയർ ആണോ? ഞാൻ സീനിയർ കാറ്റഗറി. സീനിയർ ആണ്. അപ്പം എങ്ങനെയുണ്ട് കപ്പടിക്കും? ഇത്തവണ മലപ്പുറം കപ്പടിക്കും, ഐഡിയൽ കപ്പടിക്കുന്ന ഉറപ്പിച്ചു തന്നെയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ ഉണ്ട്, ഉറപ്പിക്കും, തീർച്ചയായും. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് എങ്ങനെ ആരംഭം കുറിച്ചിരിക്കുന്നു. ഇവിടെ കായിക പ്രേമികൾ അല്ലെങ്കിൽ അത്ലറ്റിക് ആരാധകരൊക്കെ കൂടുതൽ കാത്തിരിക്കുന്ന ടീമുകളിലൊന്നാണ് ഐഡിയൽ കടകശ്ശേരി. ആ ഐഡിയൽ കടകശ്ശേരിയുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെയാണ് നമുക്ക് ചേരുന്നത്. നിലവിലെ ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി, നിലവിലെ ചാമ്പ്യന്മാരെന്നല്ല, കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി അത്ലറ്റിക്സിൽ ഐഡിയൽ കടകശ്ശേരിക്ക് വെല്ലുവിളി ഉയർത്താൻ നിലവിൽ മറ്റ് സ്കൂളുകൾക്കൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. അതിനനുസരിച്ച് ഇത്തവണയും വലിയ സംഘവുമായാണ് എത്തിയിരിക്കുന്നത്. 50 വിദ്യാർത്ഥികൾ, 50 കായിക താരങ്ങളാണ് ഇത്തവണയും ഐഡിയൽ കടകശ്ശേരിയുടേതായി തിരുവനന്തപുരത്തേക്ക് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അവരുടെ പരിശീലകരും മാനേജറും നമുക്ക് ചേരുന്നുണ്ട്. ഷാഫി നല്ല പേര്. അപ്പം എങ്ങനെയാണ് ഈ എത്ര കുട്ടികളാണുള്ളത്, എന്തൊക്കെയാണ് ഇത്തവണ? ഞങ്ങൾ 50 അംഗ സ്ക്വാഡായിട്ടാണ് ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പിന് വന്നിട്ടുള്ളത്. ഐഡിയലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് കിരീടം ഉയർത്തിയ ഒരു സ്റ്റേഡിയമാണ് ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, ട്രിവാൻഡ്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ലക്ക് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ ടീമിനെ വാർത്തെടുത്തിട്ടുണ്ട്. നല്ല കോച്ചസിൻ്റെ ഒക്കെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. മിസ്റ്റർ നദീഷ് ചാക്കോയും അതേപോലെ ടോമി ചെറിയാനും അഖിലും ഹാരിസൊക്കെ ഉൾപ്പെടെയുള്ള നല്ലൊരു കോച്ചസിൻ്റെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ കൂടെ സപ്പോർട്ടിനുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ ടീം മാനേജ്മെൻറ്റ് ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത് തന്നെ ഞങ്ങൾ നേടും. അപ്പം എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ പെർഫോമൻസ്? ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിരുന്ന ഒരുപാട് പേര് ഇത്തവണ ഇല്ല, പഠിച്ചിറങ്ങിപ്പോയ ആൾക്കാരാണ്. അപ്പം പുതിയ പിള്ളേർ വരുന്നു. അപ്പം പുതിയ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് അവരുടെ പരിശീലനം മറ്റുമൊക്കെ? പരിശീലനം എന്നും രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈവനിങ്ങിൽ 4 o'clock സ്റ്റാർട്ട് ചെയ്യും. വളരെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഐഡിയലിലൂടെ മലപ്പുറം ജില്ലയെ വീണ്ടും ചാമ്പ്യൻഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജംപ്സ് ഈവൻസുകളും സ്പ്രിൻറ്റ് ഈവൻറ്റുകളും അതുപോലെ തന്നെ പോൾ വാൾട്ടുകളും, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. ഈ പോൾ വാൾട്ടൊക്കെ പറയുമ്പോൾ മാർബേസിൻ്റെ ഒരു കുത്തകയായിരുന്നു കുറേ കൊല്ലം. അപ്പം ഒരു സൗഹൃദപരമായ പോരാട്ടം ഈ ഗ്രൗണ്ടിലുണ്ട് മാർബേസിലുമായി. കാരണം ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള സ്കൂളുകളിലൊന്നും മാർബേസിലാണ്. അപ്പം അവരുടെ കുത്തകയായ പോൾ വാൾട്ടിലും കൂടെ കൈവച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഞങ്ങൾക്ക് നേരത്തെ ജമ്പ് ഈവൻറ്റുകൾ ഉണ്ടായിരുന്നു, ട്രാക്ക് ഈവൻറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ പോൾ വാൾട്ട് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ പോൾ വാൾട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അഖിൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോൾ വാൾട്ട് കോച്ചിനെ ഞങ്ങൾ സ്കൂളിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഈ ചാമ്പ്യൻഷിപ്പ്, അതായത് ഐഡിയൽ കടകശ്ശേരി ചാമ്പ്യന്മാരാകുമെന്ന് കരുതപ്പെടുന്ന സ്കൂളുകളൊന്നാണ്. മലപ്പുറം ചാമ്പ്യന്മാരാകും. അപ്പോൾ അതിനുമപ്പുറം ഈ റെക്കോർഡുകളിലേക്ക് അല്ലെങ്കിൽ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിലേക്ക് കുട്ടികളെ അത്തരം പ്രത്യേക പരിശീലനങ്ങൾ നൽകാറുണ്ടോ? നമ്മൾ എല്ലാ കുട്ടികളെയും മാക്സിമം പെർഫോമൻസ് ചെയ്യിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് റെക്കോർഡായി മാറാം, അല്ലെങ്കിൽ അത് ഗോൾഡ് മെഡലിലേക്ക് വരാം. അത് ഡിപ്പെൻസാണ്, ക്ലൈമറ്റിന് ഡിപ്പെൻസാണ്, അന്നത്തെ കുട്ടിയുടെ മൂഡിനനുസരിച്ച് ഡിപ്പെൻസാണ്. എന്തായാലും മാക്സിമം പെർഫോമൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്തവണ കപ്പടിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെയാണല്ലോ എത്തിയിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ കപ്പടിക്കാൻ വേണ്ടിയിട്ടാണ് 53 ടീമുകൾ ഇവിടെ വന്നിട്ടുള്ളത്. അത് ഞങ്ങൾ മാക്സിമം നല്ല എഫേർട്ടോടെ തന്നെ ചെയ്യും. അത് ഞങ്ങൾക്ക് സ്കൂളിന് വേണ്ടിയിട്ട് കപ്പടിക്കാനും വേണ്ടിയിട്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമുക്ക് കുട്ടികളുടെ ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. അപ്പം ഇങ്ങോട്ട് വാ, അടുത്തേക്ക് വാ. അപ്പോൾ ഇത്തവണ കപ്പടിച്ച് നിലവിൽ ചാമ്പ്യന്മാരാണ്. അപ്പോൾ ഇത്തവണയും കപ്പും കൊണ്ട് തന്നെ പോകും. ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുക്കുന്നത്? 200. ഏതൊക്കെ ഐറ്റങ്ങളാണ് പങ്കെടുക്കുന്നത്? ഉഷാറായിട്ട് നിൽക്ക്. എന്താ പേരെന്താ? ഇഷാൻ. ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുക്കുന്നത്? 400 ഹഡിലാണ് പങ്കെടുക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട്? എല്ലാവരും ഒക്കെ എങ്ങനെയുണ്ട്? ഉഷാറാണ്. അപ്പം ഒരുപാട് ഇങ്ങോട്ട് ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുക്കുന്നത്? 400. എല്ലാവരും എങ്ങനെയുണ്ട്? അധ്യാപകരും കോച്ചും ഒക്കെ എങ്ങനെയുണ്ട്? പരിശീലനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല തന്നെ. ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുക്കുന്നത്? ഞാൻ 400 200 പിന്നെ 400 റിലേനും. സീനിയർ ആണോ? ഞാൻ സീനിയർ കാറ്റഗറി. സീനിയർ ആണ്. അപ്പം എങ്ങനെയുണ്ട് കപ്പടിക്കും? ഇത്തവണ മലപ്പുറം കപ്പടിക്കും, ഐഡിയൽ കപ്പടിക്കുന്ന ഉറപ്പിച്ചു തന്നെയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ ഉണ്ട്, ഉറപ്പിക്കും, തീർച്ചയായും. ഐഡിയലിന്റെ ഒരു ശക്തി കാണിച്ചേ. പോരാ, തീരെ പോരാ. അപ്പം വളരെ അച്ചടക്കത്തോടെ അല്ലെങ്കിൽ കൃത്യമായ പരിശീലനത്തോടെ ഇത്തവണയും ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുക, മലപ്പുറത്തിനെ ചാമ്പ്യൻ പട്ടം നിലനിർത്തുന്നതിൽ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എത്തിയിരിക്കുന്നത്. കൂടുതൽ ഇനങ്ങളിൽ, പ്രത്യേകിച്ച് പോൾവാട്ടടക്കമുള്ള ഇനങ്ങളിലേക്ക് കൂടി ഐഡിയൽ കാലുവെക്കുന്നുവെന്ന് കൂടി നമുക്ക് പറയാം. ഇത്തവണയും ഐഡിയൽ കടകശ്ശേരി ചാമ്പ്യന്മാരാകാൻ അല്ലെങ്കിൽ ചാമ്പ്യൻ സ്കൂളാകാൻ തന്നെയാണ് എത്തിയിരിക്കുന്നത്. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ